നമസ്കാരം. നാടിനെ നടുക്കിയ ജിം സന്തോഷിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് മുൻവൈരാഗ്യം തുടങ്ങുന്നത് ഫാം ഹൌസിൽ നിന്നും. ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശി പങ്കജ് മേനോൻ നൽകിയ കൊട്ടേഷനാണ് അരുംകൊലയ്ക്ക് കാരണമായത്. പട്ടാപകൽ നടുറോഡിലിട്ട് പരസ്യമായി തന്നെ കുത്തിയതിന് പ്രതികാരം തീർക്കാനാണ് അലുവ അതുലിനെയും സംഘത്തെയും പങ്കജ് അർദ്ധരാത്രിയിൽ പറഞ്ഞുവിട്ടത്. ഇരുട്ടിന്റെ മറവിൽ മുഖംമൂടി അണിഞ്ഞ് അവർ സന്തോഷിനെ അരിഞ്ഞുകൊന്നു. ആ പകയുടെ യാഥാർത്ഥ്യം പോലീസിനോടും പങ്കജ് വെളിപ്പെടുത്തി. അർദ്ധരാത്രിയിൽ പങ്കജിനെ കല്ലമ്പലത്ത് നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതോടെയാണ് പ്രതികാര കഥയുടെ ചുരുളഴിഞ്ഞത്. ഗുണ്ടാ നേതാവ് പങ്കജ് മേനോനെ കുത്തിയ കേസിൽ പ്രതിയായിരുന്നു ജിം സന്തോഷ്. ഇതിന്റെ പ്രതികാരമായിട്ടാണ് കൊലപാതകം നടത്തിയത്. പങ്കജ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. ഒളിവിൽ കഴിഞ്ഞ കല്ലമ്പലത്തെ വീട്ടിൽ നിന്നാണ് കരുനാഗപ്പള്ളി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അലുവ, അതുൽ, സാമുവൽ എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളതും. കേസിൽ ഒളിവിൽ പോയിരുന്ന മൈന എന്നറിയപ്പെടുന്ന ഹരി, പ്യാരി എന്നിവരെ ഓച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് കരുനാഗപ്പള്ളിയിലെ ഒരു ഫാം ഉടമയുമായി കൊല്ലപ്പെട്ട ജിം സന്തോഷുമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഫാം ഉടമസ്ഥൻ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടവും ഗുണ്ടാ പ്രവർത്തനങ്ങളും ഏർപ്പെട്ടിരുന്ന പങ്കജിനെ സമീപിക്കുകയായിരുന്നു. ജിം സന്തോഷ് കാശിനായി ഗുണ്ടാ പ്രവർത്തനം നടത്തിയിരുന്ന വ്യക്തിയായിരുന്നില്ല. പക്ഷേ നിരവധി കേസുകളുണ്ടായിരുന്നു. ഫാം ഉടമസ്ഥൻ നൽകിയ കൊട്ടേഷനെ തുടർന്ന് പങ്കജും സംഘവും ജിം സന്തോഷിനെ ആക്രമിക്കുകയായിരുന്നു. ഈ കേസിന്റെ വിചാരണ വേളയിൽ പങ്കജ് ജിം സന്തോഷിനെ സമീപിച്ചിരുന്നു. കേസ് ഒത്തുതീർപ്പാക്കണം എന്ന ആവശ്യവുമായി സന്തോഷിനെ കരുനാഗപ്പള്ളിയിലേക്ക് വിളിച്ചുവരുത്തി. തുടർന്ന് ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിനിടെ സന്തോഷ് പങ്കജിനെ കത്തികൊണ്ട് കുത്തി. ഈ കേസിലാണ് ജിം സന്തോഷ് ജയിലിലാകുന്നത്. നാട്ടിൽ ലഹരി കച്ചവടവും ഗുണ്ടാ പ്രവർത്തനങ്ങളും ഉൾപ്പെടെ സജീവമായി വരുന്ന സമയത്തേറ്റ ആക്രമണം പങ്കജിന് അസ്വസ്ഥനാക്കിയെന്നാണ് സൂചന. അന്നു മുതൽ ജിം സന്തോഷിനെ കൊലപ്പെടുത്തുന്നതിനായി പങ്കജ് പദ്ധതിയിട്ടിരുന്നു. പിന്നീട് സന്തോഷ് ജയിൽ മോചിതനായ ശേഷമായിരുന്നു കൊലപാതകം നടന്നത്. ഇതിനായി പങ്കജ് സഹായം തേടിയത് വയനകം ഗ്യാങ്ങിനോടായിരുന്നു. ഈ സംഘത്തിലെ പ്രധാനിയാണ് അലുവ, അതുൽ. വയനകം കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തുന്നത് ഈ സംഘമാണ്. കച്ചവടത്തിനായി ലഹരി എത്തിക്കുന്നതും മറ്റ് സഹായങ്ങൾ നൽകുന്നതും പങ്കജാണ്. സന്തോഷ് കൊലയിൽ ഇനി അലുവ, അതുലിനെ കൂടി പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിൽ അലുവ, അതുൽ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കൊലപാതകത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊലയിൽ നേരിട്ട് പങ്കുള്ള മൈന, ഹരി, പ്യാരി, രാജപ്പൻ തുടങ്ങിയ പ്രധാന പ്രതികളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. കൊലയ്ക്ക് ഉപയോഗിച്ച വാഹനത്തിൻ്റേത് വ്യാജ നമ്പറാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കറന്റ് ഓഫ് ചെയ്ത ശേഷം വീടിന് നേരെ തോട്ടയെറിഞ്ഞ് കതക് തകർത്ത ശേഷമാണ് ഗുണ്ടാസംഘം അകത്തുകടന്നത്. ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലുള്ള 18-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേസിനായി നിയോഗിച്ച പ്രത്യേക സംഘത്തിൽ 3 ഇൻസ്പെക്ടർമാരും 4 SIമാരും ഉൾപ്പെടുന്നുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 3:45ഓടെയാണ് പങ്കജിനെ പിടികൂടുന്നത്. കേസിലെ മുഖ്യപ്രതിയായ അലുവ, അതുലിനെ കണ്ടെത്താനും പങ്കജിനെ ചോദ്യം ചെയ്യുന്നതോടെ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്.